ഹായ് ലേണേഴ്സ്, എസ് ലേണേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC 10th ലെവൽ പ്രിലിമിനറി എക്സാംസിന് വേണ്ടി പ്രസിദ്ധീകരിച്ച പുതിയ സിലബസിനെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പ്രത്യേകമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PSC പരീക്ഷകളുടെ മുൻകാല ചോദ്യപേപ്പറുകളും സ്റ്റഡി മെറ്റീരിയൽസും PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slearners.com സന്ദർശിക്കുക. കൂടുതൽ PSC വീഡിയോകൾക്കായി എസ് ലേണേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചുള്ള 50 ചോദ്യങ്ങളും അതിനനുബന്ധമായ കുറച്ച് വിവരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്ന് 1889 നവംബർ 14. 1889 നവംബർ മാസം 14-ാം തീയതിയാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. നവംബർ 14 ദേശീയ ശിശുദിനമായി ആഘോഷിക്കുന്നു. അലഹബാദിലെ നെഹ്റുവിൻ്റെ വീട് ആനന്ദ ഭവനം. അലഹബാദിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റുവിൻ്റെ വസതി അറിയപ്പെടുന്നത് ആനന്ദ ഭവനം എന്നാണ്. ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനം 1912 ബങ്കിപൂർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനമാണ് 1912 ബങ്കിപൂർ സമ്മേളനം. ബങ്കിപൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ RN മധോൽക്കർ ആയിരുന്നു. ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയ INC സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ AC മജുംദാർ ആയിരുന്നു. എന്നാൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആദ്യത്തെ INC സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ നെഹ്റു നടത്തിയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രസംഗം ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ വെച്ച് നെഹ്റു നടത്തിയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രസംഗമാണ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. 1952 രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1952 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ NDC സ്ഥാപിതമായത്. ഇതിൻ്റെ അധ്യക്ഷനായ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ച വ്യക്തി രബീന്ദ്രനാഥ് ടാഗോർ. രബീന്ദ്രനാഥ് ടാഗോർ ആണ് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എഴുതിയത് ജവഹർലാൽ നെഹ്റു. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അമ്പാടി ഇക്കാവമ്മ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ
ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. 1946 ഡിസംബർ മാസം 13 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ആണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. നെഹ്റു പ്രസിദ്ധീകരിച്ച ഒരു പത്രമാണ് നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം 1964. 1964 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലിരിക്കെ ജവഹർലാൽ നെഹ്റു അന്തരിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലം ശാന്തിവനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച അവസരത്തിൽ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. 1897 ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ച സ്വാതന്ത്ര്യസമര സേനാനി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് 1897 ഒഡീഷയിലെ കട്ടക്കിലാണ് ജനിച്ചത്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INCയുടെ അധ്യക്ഷനായ വർഷം 1938. 1938 ഹരിപുര സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INCയുടെ പ്രസിഡന്റായത്. INCയുടെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. 1939 പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. 1939 ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെ ഇടതുചായ്വുള്ള ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ലീഗ് എന്ന സമിതി രൂപീകരിച്ചവർ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ചേർന്നാണ് 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഇടതുചായ്വുള്ളവരെ ഒരുമിച്ച് കൂട്ടി ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ലീഗ് സ്ഥാപിച്ചത്. സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകിയത് എവിടെ വച്ച്? സിംഗപ്പൂർ. സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റായ ആസാദ് ഹിന്ദിന് സിംഗപ്പൂരിൽ വച്ച് രൂപം നൽകിയ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റായ ആസാദ് ഹിന്ദിന് അംഗീകാരം നൽകിയ രാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയാണ്. സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന രൂപീകരിച്ച വർഷം 1942. 1942 സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന രൂപീകരിച്ചത്. 1943 ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ജപ്പാന്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ പ്രൈം മിനിസ്റ്റർ ടോജോ. ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ടോജോ ആണ് ജപ്പാന്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായത്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ടുവച്ച വ്യക്തി
ക്യാപ്റ്റൻ മോഹൻ സിംഗ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫും ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആയിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരിൽ നിന്നാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത്? റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത്. ഇന്ത്യൻ നാഷണൽ ആർമിയെ കരുത്തുറ്റ സംഘടനയാക്കി മാറ്റിയ വ്യക്തി? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയെ കരുത്തുറ്റ ഒരു സംഘടനയാക്കി മാറ്റിയത്. വാട്ട് ഹാപ്പൻഡ് ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് അനുജ് ദർജയ് ഹിന്ദ്. അനുജ് ദർജയ് ഹിന്ദ് രചിച്ച ഒരു പുസ്തകമാണ് വാട്ട് ഹാപ്പൻഡ് ടു നേതാജി. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രസിദ്ധമായ ഒരു വാക്യമാണ് എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നത്. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ പിതാവും സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗ്. ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗ് സ്ഥാപിച്ച വ്യക്തികൾ മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസുമാണ്. 1942 ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗ് സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗം ഝാൻസി റാണി റെജിമെന്റ്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ വനിതാ സേനാ വിഭാഗമാണ് ഝാൻസി റാണി റെജിമെന്റ്. ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. മൗലവി സിയാവുദ്ദീൻ എന്ന പേരിൽ വീട്ടുതടങ്കലിൽ നിന്നും പെഷവാറിലേക്ക് രക്ഷപ്പെട്ട നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. വീട്ടുതടങ്കലിൽ നിന്നും പെഷവാറിലേക്ക് മൗലവി സിയാവുദ്ദീൻ എന്ന പേരിൽ രക്ഷപ്പെട്ട ഇന്ത്യയിലെ ദേശീയ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. ജർമ്മനിയിൽ നേതാജി അറിയപ്പെട്ടിരുന്ന പേര് ഒർലാണ്ട മസാട്ട. ജർമ്മനിയിൽ സുഭാഷ് ചന്ദ്രബോസ് ഒർലാണ്ട മസാട്ട എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ജർമ്മനിയിൽ വച്ച് നേതാജി വിവാഹം കഴിച്ച ഓസ്ട്രേലിയൻ വനിത എമിലി ഷെങ്കൽ. സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ വച്ച് വിവാഹം കഴിച്ച ഓസ്ട്രേലിയൻ വനിതയാണ് എമിലി ഷെങ്കൽ. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് രബീന്ദ്രനാഥ് ടാഗോർ. രബീന്ദ്രനാഥ് ടാഗോർ ആണ് ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത്. ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്നാണ്. ഇന്ത്യൻ നാഷണൽ ആർമി ജവാന്മാരെ വിചാരണ ചെയ്തത് എവിടെ വച്ച്? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വച്ച്. ഇന്ത്യൻ നാഷണൽ ആർമി ജവാന്മാരെ വിചാരണ ചെയ്തത് എവിടെ വച്ചായിരുന്നു? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വച്ച്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു
CR ദാസ്. CR ദാസ് അഥവാ ചിത്തരഞ്ജൻ ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത്. ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന കൃതി രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് രചിച്ച പ്രശസ്തമായ ഒരു കൃതിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യസമര സേനാനി മൗലാന അബ്ദുൽ കലാം ആസാദ്. 1888 മക്കയിൽ ജനിച്ച ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദിന്റെ തൂലികാനാമം ആസാദ്. ആസാദ് എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ മാസം 11-ാം തീയതിയാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഖുറാൻ വ്യാഖ്യാനമായ തർജുമാൻ അൽ ഖുറാൻ രചിച്ചത് അബ്ദുൽ കലാം ആസാദ്. ഖുറാന്റെ വ്യാഖ്യാനമാണ് തർജുമാൻ അൽ ഖുറാൻ. ഇത് രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ അൽ ഹിലാൽ, അൽ ബലാഗ്. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ച വ്യക്തിയാണ് അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയാണ് അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര സേനാനിയായ അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ്. ഹു വെയർ ശൂദ്രാസ് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ രചിച്ച ഒരു പുസ്തകമാണ് ഹു വെയർ ശൂദ്രാസ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് സ്ഥാപിച്ചത് ആര്? EV രാമസ്വാമി നായ്ക്കർ. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അഥവാ സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ച വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി ശ്യാംജി കൃഷ്ണവർമ്മ. ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ചത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ തടവുകാർക്ക് നേരെയുള്ള വിവേചനത്തിനെതിരെ ലാഹോർ ജയിലിൽ നിരാഹാരം ആരംഭിച്ച് 63 ദിവസത്തെ നീണ്ട നിരാഹാരത്തെ തുടർന്ന് മരിച്ച വ്യക്തി ജതിൻ ദാസ്. 1929 സെപ്റ്റംബർ മാസം 13-ാം തീയതി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ തടവുകാർക്ക് എതിരെയുള്ള വിവേചനത്തിനെതിരെ ലാഹോർ ജയിലിൽ നിരാഹാരം ആരംഭിച്ച് 63 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് മരിച്ച വ്യക്തിയാണ് ജതിൻ ദാസ്. വിലാപയാത്രയായി ഹൗറ സ്റ്റേഷനിൽ എത്തിച്ച ജതിൻ ദാസിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയത് സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് വിലാപയാത്രയായി ഹൗറ സ്റ്റേഷനിൽ എത്തിച്ച ജതിൻ ദാസിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയ ഇന്ത്യയിലെ ദേശീയ നേതാവ്. യുവദാദാഹി എന്ന് ജതിൻ ദാസിനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്.
ലാല ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സണെ വധിക്കാൻ തയ്യാറെടുത്ത വനിത ദുർഗാദേവി. ദുർഗാദേവിയാണ് ലാല ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സണെ വധിക്കാൻ തയ്യാറെടുത്ത വനിത. എന്നാൽ സാൻഡേഴ്സണെ വധിച്ച വ്യക്തി ഭഗത് സിംഗ്. 1929 ഡിസംബർ മാസം 17-ാം തീയതിയാണ് ഭഗത് സിംഗ് സാൻഡേഴ്സണെ വധിച്ചത്. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയ ദിവസം 1931 മാർച്ച് 23. 1931 മാർച്ച് മാസം 23-ാം തീയതിയാണ് ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത്. എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഞാനൊരു തീവ്രവാദിയായി തോന്നിയേക്കാം. ഞാനൊരു തീവ്രവാദിയല്ല, ഒരു വിപ്ലവകാരിയാണ്. ഇങ്ങനെ പറഞ്ഞതാര്? ഭഗത് സിംഗ്. ഭഗത് സിംഗിൻ്റെ പ്രശസ്തമായ വാക്യങ്ങളിലൊന്നാണ്, എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഞാനൊരു തീവ്രവാദിയായി തോന്നിയേക്കാം. ഞാൻ ഒരു തീവ്രവാദിയല്ല, ഒരു വിപ്ലവകാരിയാണ്. ഇന്ത്യക്കും ബ്രിട്ടനും ഇടയിൽ ഭഗത് സിംഗിൻ്റെ ശവശരീരം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യക്കും ബ്രിട്ടനും ഇടയിൽ ഭഗത് സിംഗിൻ്റെ ശവശരീരം എന്നും തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.